നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അയാൾ ഉറപ്പായിട്ടും പ്രശ്നം ഉണ്ടാക്കാൻ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടി വരും. അല്ല, അതവിടെ നിക്കട്ടെ. എനിക്ക് അത്ഭുതം ദേവികയുടെ മനസ്സ് മാറിയതില്ല. ചേച്ചിയുടെ മനസ്സ് മാറിയേ തീരൂ. അതിനു വേണ്ടിയല്ലേ ഞാൻ ഇവിടെ ജീവമരണ പോരാട്ടം നടത്തിയത്. എന്താ ഇത്ര വലിയ വർത്താനം ചിരിയും? എന്താ അമ്മയ്ക്കും മോൾക്കും ഇത്ര വലിയ സന്തോഷം? എന്താ സന്തോഷം? ഞാനും കൂടെ ഒന്ന് അറിയട്ടെ. നമുക്ക് എന്ത് സന്തോഷം? ഓ, നമുക്കെന്നും കരയാനല്ലേ വിധി. അവിടെ കാര്യങ്ങളെല്ലാം ഏതാണ്ട് കരയ്ക്ക് അടുത്തല്ലോ അല്ലേ? അപ്പൊ പിന്നെ അമ്മയ്ക്കും മോക്ക് സന്തോഷിക്കാലോ. ഓ, എല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ. നീ വാ. അവര് കൂടി വരട്ടെ, എന്നിട്ട് നമുക്ക് അകത്തേക്ക് കയറാം. സിദ്ധു, അവിടെ നിക്ക്. നമുക്ക് കുറച്ച് കഴിഞ്ഞകത്ത് കയറാം. നമ്മൾ എന്തിനാണ് നിക്കണേ? നമുക്ക് ഉള്ളിൽ പോവാലോ. മോനെ കുട്ട, മോന് കൂട്ടായിട്ട് ഞങ്ങളൊരു മാലാഖയെ കണ്ടുവച്ചില്ലേ? ആ മാലാഖ ഇപ്പൊ വരും. ആ മാലാഖയെ കാണാനാ നമ്മൾ ഇപ്പൊ വന്നത്. വേണ്ട, എനിക്ക് ആ മലയെ കണ്ട. എനിക്ക് എന്റെ മലയെ കണ്ടാ മതി. കുട്ട പറയുന്ന കേക്കടാ. ഇല്ല, എനിക്കൊന്നും കേക്കണ്ട. എനിക്ക് എന്റെ മാലക മതി. മോനെ, അമ്മ പറയുന്ന കേക്ക്. വേണ്ട, എനിക്ക് വേറെ മാലക വേണ്ട. മോനെ കുട്ട, അമലെ അവന്റെ കൂടെ ചെല്ലു. അതമ്മേ, അമൽ ഒറ്റയ്ക്ക് പോയി ശരിയാവില്ല. ഞാനും കൂടെ ഒന്ന് ചെന്നോട്ടെ. കുട്ട ഇവിടെ നിൽക്കുവാണോ? വാ, നമുക്ക് അങ്ങോട്ട് പോവാം. എന്ത്? എന്നെ വിട്ട്. ഞാൻ ഇല്ല, ഞാൻ എങ്ങോട്ടില്ല. പോ. കുട്ട വാ. കുട്ട എന്താ? കുട്ട വാ, വന്നേ പറ്റൂ. കുട്ട കുട്ട വാ. എന്നെ വിട്. കുട്ട ഞാനല്ല വിളിക്കുന്നേ, അച്ഛനമ്മയും മുത്തശ്ശിയെ വിളിക്കുന്നേ. എന്റെ അടുത്ത് ആരും വിളിക്കണ്ട, ഞാൻ വരില്ല. പോ, കുട്ട. പോ, 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 പോ. കളിക്കല്ലേ, വാ കുട്ട. പോ, പോ. പറയുന്ന കേക്കൂട്ടാ, വാ. എന്താ ഇത്? അമലിനെ ഒന്നും ചെയ്യണ്ട. എന്നെ വിടാൻ പറ. പോ. അവൻ പോകും മോനെ. അമൽ, പോ. നീ ചെല്ല്. കുട്ടനെ ഞാൻ നോക്കിക്കോളാം, കുട്ടന്റെ കുഴപ്പമില്ല. കാര്യം ഞാൻ നോക്കിക്കോളാം. ഞാനല്ലേ പറയുന്നത്. നീ ചെല്ല്. ശരി. ആ, പോ. കുട്ട, എന്റെ അടുത്ത് മിണ്ടണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ. കുട്ടൻ എന്നോടും പിണക്കത്തിലാണോ? ഞാൻ എല്ലാരോടും മിണക്കത്തില്ല. എന്നോട് എന്തിനാ പിണങ്ങുന്നത്? അവര് കണ്ടുപിടിച്ച മാലാഖയെ കല്യാണം കഴിക്കാൻ ഞാൻ കുട്ടനോട് പറഞ്ഞോ? ചെറിയമ്മ അങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ? ഇല്ല. ആ, ചെറിയമ്മ അങ്ങനെ എന്തെങ്കിലും പറയൂ കുട്ട? കുട്ടൻ കുട്ടന്റെ മാലാഖയെ തന്നെ കല്യാണം കഴിച്ചാ മതി. അവര് കണ്ടുപിടിച്ച മാലാഖയെ കല്യാണം കഴിക്കണ്ട. ആ കല്യാണത്തിന് കുട്ടൻ സമ്മതിക്കണ്ട. ചെറിയമ്മയുണ്ട് കുട്ടന്റെ കൂടെ. സത്യാണോ? സത്യം. കുട്ടൻ അവര് പറയുന്ന കല്യാണത്തിന് സമ്മതിക്കാതിരുന്നാ മതി. ബാക്കി ചെറിയമ്മ നോക്കിക്കോളാം, കേട്ടോ? അവരെ കാണുന്നില്ലല്ലോ അമ്മേ.
അവര് വന്നല്ലോ അമ്മേ. ദേവികയോട് എങ്ങനെയാ നന്ദി പറയേണ്ടെന്ന് അറിയില്ല. ഞങ്ങളുടെ മനസ്സിലെ വലിയ പ്രയാസമാ സിദ്ധുവിന്റെ അസുഖം, അതുപോലെ തന്നെ അവന്റെ വിവാഹവും. ദേവിക വിവാഹത്തിന് സമ്മതിച്ചോടെ ആ പ്രയാസവും മാറിക്കിട്ടി. ഇനി നിങ്ങളുടെ കല്യാണം കഴിയുന്നതോടെ അവന്റെ അസുഖവും മാറിക്കിട്ടും. അതില് ഞങ്ങൾക്കെല്ലാം നല്ല പ്രതീക്ഷയുണ്ട്. ദേവിക സിദ്ധുവിന്റെ ഭാര്യയായി പൊന്നാരന്തോട്ടത്തേക്കൊന്ന് വന്നോട്ടെ. അപ്പ കാണാം സിദ്ധുവിനുണ്ടാകുന്ന മാറ്റങ്ങൾ. പിന്നെ അവനെ ചികിത്സിക്കാൻ ഒരു ഡോക്ടറുടെ ആവശ്യം വരില്ല. ഞങ്ങളുടെ സിദ്ധുവിന് വേണ്ടി ദൈവം കണ്ടുപിടിച്ച കുട്ടിയാ ദേവിക. അതുകൊണ്ടാ പെണ്ണുകാണൽ ചടങ്ങ് പോലുള്ളൊരു ചടങ്ങ് അമ്പലത്തിൽ വെച്ച് നടത്താന്ന് തീരുമാനിച്ചത്. ഈ കല്യാണം നടക്കുന്നതുകൊണ്ട് ദേവികയ്ക്ക് നല്ലതേ വരൂ, ഗുണമേ ഉണ്ടാവൂ. നിങ്ങൾക്ക് യാതൊരു പേടിയും പ്രയാസവും വേണ്ട. സിദ്ധുവിനെ ഞങ്ങൾ എങ്ങനെ സ്നേഹിക്കുന്നു അതിനേക്കാൾ ഇരട്ടിയായി ഞങ്ങൾ ദേവികയെ സ്നേഹിച്ചിരിക്കും. ദേവികയെ പൊന്നുപോലെ നോക്കും. അല്ല, സിദ്ധാർത്ഥൻ എവിടെ? അങ്ങനെ ഒരാളിവിടെ കണ്ടതേയില്ലല്ലോ. അവനകത്തുണ്ട്. നിങ്ങൾ അകത്ത് വാ. വാ മോളെ വാ. ഭഗവാനെ, ദേവുവിന്റെ പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിച്ചു കൊടുക്കണേ. അവളുടെ പ്രശ്നങ്ങൾ അവൾക്ക് പരിഹരിക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ ഞാനുമായിട്ടുള്ള വിവാഹത്തിന് അവൾ സമ്മതിക്കൂ. അതുകൊണ്ട് അവളെ നീ കൈ അയച്ച് സഹായിക്കണം. എന്റെ ദേവുവിനെ എനിക്ക് തന്നെ തരണേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.